നമസ്കാരം. ഈ അടുത്ത് കേട്ടതിൽ ഒരുപാട് ചിന്തിപ്പിച്ച, കുറച്ചൊക്കെ വേദനിപ്പിച്ച ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി നൽകി സ്നേഹിച്ച മനുഷ്യരുടെ കണക്ക് പുസ്തകത്തിൽ ഞാൻ വെറും ലാസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു. നമ്മൾ ഒന്നാം സ്ഥാനം നൽകി സ്നേഹിച്ച, പരിഗണിച്ച മനുഷ്യർ അവരുടെ ലിസ്റ്റിൽ പോലും നമ്മളില്ലാതെ പോവുക. കൂടുതലും ഇത് വരുന്നതൊരു ദാമ്പത്യ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഒരു ഭർത്താവിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഭാര്യയായിരിക്കാം, ഭാര്യയുടെ നിന്ന് ഭർത്താവായിരിക്കാം. ഇവരുടെ ഒരു പ്രയോറിറ്റി കണക്കിൽ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചു എന്നതിനെ പ്രതി മെല്ലെ മെല്ലെ അവരുടെ സ്ഥാനം ഒന്നിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അവഗണിക്കപ്പെടുക എന്നതിനേക്കാൾ വേദനിപ്പിക്കുന്ന വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ എന്നെ തന്നെ ഒരു സെൽഫ് അനാലിസിസിന് വിധേയമാക്കി ആ ഒരു സെൻറ്റൻസ് കേട്ടതിന് ശേഷം. എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യരുണ്ട്, എന്നെ ഒരു പ്രയോറിറ്റി നൽകി സ്നേഹിച്ച മനുഷ്യരുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരവസ്ഥയാണ്. നമ്മളെ ഒരാൾ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്ന് കരുതി നമ്മൾ തിരിച്ച് സ്നേഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരാളിങ്ങനെ നമ്മെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കോരിച്ചോരി പെയ്യുന്നൊരു മഴ, ആ മഴയത്ത് നിങ്ങളൊരു ചേമ്പില കണക്ക് നിന്ന് പോവുക. മഴ വന്ന് ആഞ്ഞടിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ നനയുന്നില്ല. നമ്മുടെ മേത്ത് ഇങ്ങനെ തട്ടിത്തെറിച്ച് അതിങ്ങനെ പോകുന്ന പോലത്തെ ഒരു അനുഭവം. അപ്പം നമുക്ക് നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല. സൈക്കോളജിയിൽ അതിനൊരു ടേം പോലും ഉണ്ട്, ഡീപേഴ്സണലൈസേഷൻ ഡിസോർഡർ എന്നാണ്. ഡിസോർഡർ എന്നുള്ള വാക്ക് കട്ട് ചെയ്ത് കളയാം, അതിനൊരു കുറവായിട്ടൊന്നും കരുതണ്ട. പക്ഷെ ചില മനുഷ്യർക്ക് ചുറ്റും ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ പറ്റുന്നില്ല, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ സ്നേഹം മനസ്സിലാക്ക്, നിന്നെ പൊന്നു പോലെ നോക്കാം എന്നൊക്കെ പറഞ്ഞാലും അത് അനുഭവിക്കാൻ പറ്റാതിരിക്കുക. അപ്പം നമുക്ക് ആരെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ കുറ്റപ്പെടുത്താൻ പറ്റുക? നമുക്ക് വിധിക്കാനേ പറ്റില്ലെന്ന് തോന്നും. നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടും അപ്പുറത്തുള്ള ആൾക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം എന്നെ ഇവിടെ കാണാൻ വന്നൊരു പയ്യൻ, അവൻ ഫാമിലിയിൽ കുട്ടി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചേട്ടനുമായിട്ട് ചെറിയൊരു തർക്കമുണ്ട്, മാതാപിതാക്കളുമായിട്ടൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫുൾ ഫ്ലെജ്ഡ് ഒരു സംഗതി ഇല്ല. അവനിങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്, ചേട്ടാ ആളുകളൊക്കെ പറയില്ലേ എനിക്ക് അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്കതൊന്നുമല്ല, എനിക്കെൻ്റെ ഗുരുവായൂരപ്പനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവൻ മനസ്സിൽ വിശ്വസിക്കുന്നു അവൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ എന്തായാലും ഗുരുവായൂരപ്പനുണ്ട്. ഗുരുവായൂരപ്പൻ നേരിട്ടൊന്നും സംസാരിക്കാത്തത് കൊണ്ട് അവൻ്റെ മനസ്സിൽ അവരുടെ വിശ്വാസം, അതാണുള്ള ഭക്തി വിശ്വാസം എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഞാനുണ്ടാകും, ഞാനുണ്ട്. ഈ വിശ്വാസവും ഭക്തിയൊക്കെ അതാണല്ലോ. എപ്പോഴും പറയുക, നമ്മൾ ഈ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ഈ രൂപങ്ങൾ നമ്മളോട് തിരിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത പള്ളിയിലോട്ട് പോയെന്ന് പറയാം. നമ്മളിങ്ങനെ ഓരോ പരാതികൾ പറയുമ്പോൾ അന്തോണി പുണ്യാളനും ഭഗവാനും ഒക്കെ തിരിച്ചെന്തെങ്കിലും പറയുകയാണെങ്കിലോ, ജോസ്പേ നീ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ദൈവത്തോട് തർക്കിച്ചെന്നിരിക്കും. അടുത്ത നല്ലയിടം പോയി നോക്കും. നമ്മൾ ഈ ഭക്തി ഇപ്പോഴും നിലനിന്ന് പോകാൻ, വിശ്വാസം വളരെ ആഴത്തിൽ ഇപ്പോഴും പോകാൻ കാരണം മനുഷ്യർ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഞാനുണ്ടായിരിക്കും. ഇത് വളരെ റൂട്ടഡ് ആയിട്ടുള്ളൊരു ദുഃഖമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, മറ്റുള്ളവർ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. സ്റ്റിൽ ഡു സംതിങ് ആൻഡ് കൺസിഡർ ദം എന്നുള്ളതാണ്. നമ്മളോട് മനുഷ്യർ കാണിക്കുന്ന സ്നേഹത്തിന് ഒരു കുഞ്ഞുദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ 2017 തുടങ്ങി എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുണ്ട്. ഒരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാവർക്കൊക്കെ മറുപടി കൊടുത്താൽ ഞാൻ പിന്നെ ഭയങ്കര ഈസിലി അവൈലബിൾ ആയി പോകും. ചില മനുഷ്യരുണ്ട്, ഒരു മറുപടി പോലും നമ്മൾ കൊടുക്കാതിരുന്നിട്ടും കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ അകലെയെന്ന് സ്നേഹിക്കുന്ന മനുഷ്യർ. ഞാൻ വിചാരിക്കുന്നു എൻ്റെ ആ ഒരു ഈഗോനെ മാറ്റി വെച്ചിട്ട് എത്ര കാലം ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് പറഞ്ഞൂടാ. മറുപടികൾ കൊടുക്കുക, അല്ലെങ്കിൽ നീണ്ട എഴുത്തുകൾ വരും, അതൊക്കെ വായിച്ച് ആഴത്തിൽ പഠിച്ച് അവർക്കൊരു ഉത്തരം കൊടുക്കുക. കൺസിഡർ പീപ്പിൾ ഹു ലവ് യു. നമുക്കത് അനുഭവിക്കണമെന്ന് പോലും ഇല്ല, പക്ഷെ സ്നേഹിക്കുന്നുണ്ടെന്നൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ പരിഗണിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഒരു ഭക്തിയുടെ കാര്യത്തിലൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ സറണ്ടർ എന്നൊരു സംഭവത്തെ കുറിച്ച് പറയും. ഭഗവത്ഗീതയിൽ മോക്ഷ സന്യാസ യോഗം എന്നൊരു ഭാഗമുണ്ട്, 18-ാം അധ്യായം.
അതിനകത്ത് അർജുനൻ ഇങ്ങനെ ആകെ എന്താ പറയുക, പുള്ളി യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബന്ധുക്കളാണ്, സഹോദരന്മാരാണ്. എന്ത് ചെയ്യാൻ പറ്റും? യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. ഭഗവാൻ അർജുനോട് പറയുന്ന, എടാ നീ ആയുധമൊക്കെ താഴെ വയ്ക്കും, നിന്റെ ചിന്തകൾ നീ മതിയാക്കാൻ, ജസ്റ്റ് സറണ്ടർ ടു മീ, സിംപ്ലി സറണ്ടർ. അവിടെയാണ് അർജുനന് ഉത്തരം കിട്ടുന്നത്. നമ്മൾ ശരിതെറ്റുകളെ കണക്ക് പുസ്തകമൊക്കെ എടുത്ത് ഉള്ളിലിട്ട് ആലോചിച്ച് കൂട്ടിയാൽ ചില സമയത്ത് ഉത്തരം കിട്ടില്ല. എന്തുകൊണ്ട് അയാൾ എന്നെ സ്നേഹിക്കുന്നില്ല, എന്തുകൊണ്ട് എന്റെ സ്നേഹം പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നില്ല? ചില സമയത്ത് ചെയ്യാൻ പറ്റുക സറണ്ടർ എന്നുള്ളതാണ്. ചില മനുഷ്യർ ദേ നെവർ സ്റ്റോപ്പ് ലവിങ് യു. നിങ്ങൾ എത്ര കണ്ട് പരിഗണിച്ചില്ലെങ്കിലും, നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ അയാളില്ലെങ്കിൽ പോലും ചില മനുഷ്യർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അസാധ്യമായൊരു കൃപയോ ബ്ലെസ്സിങ്ങോ ഒക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഒരു ടേക്ക് അവേ ആയിട്ട് ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ, കൂടെ പാർക്കുന്ന മനുഷ്യരെ കുറെ കൂടി പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ചു കഴിഞ്ഞ് നമ്മൾ യൂസ്ഡ് ആയി കാണും. നമ്മൾ കൊടുത്ത ഒന്നാം സ്ഥാനത്ത് നിന്ന് അവരിങ്ങനെ ഇറങ്ങിയപ്പോൾ 10 15 ആയിരിക്കും നമ്മൾ പോലും അറിയാതെ. അവർ ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവും, പല പരാതികളായിട്ട് പറയുന്നുണ്ടാവും, നമ്മളിപ്പോൾ മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്നുണ്ടാവും. ഇറ്റ്സ് എ ടൈം ടു ഡു സം ഇൻട്രോസ്പെക്ഷൻ, സം കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് ഡു എ സെൽഫ് അനാലിസിസ്. എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന മനുഷ്യരെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ?